നിക്കോള ടെസ്ല അമേരിക്കയിലെത്തിയിട്ട് ഒരു ദശകമാകുന്നു. ആ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് 35 വയസ്സ് തികഞ്ഞിട്ടുണ്ട്. അമേരിക്കയിലേക്കെത്തുമ്പോൾ ടെസ്ല എഡിസൺ കമ്പനിയിലേക്ക് തൊഴിൽ അന്വേഷിച്ചെത്തിയ ഒരു സാധാരണക്കാരൻ മാത്രമായിരുന്നു. അവിടേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നത് പഴയ ജോലിസ്ഥലത്ത് നിന്ന് കിട്ടിയ ശമ്പളത്തിൽ നിന്നും അവശേഷിച്ച ഏതാനും നോട്ടുകൾ മാത്രമാണ്. അതുതന്നെ ഇങ്ങോട്ടുള്ള യാത്രക്കിടയിൽ പോക്കറ്റടിക്കപ്പെട്ടു. അത്രത്തോളം ദരിദ്രൻ. വൈദ്യുതി എന്ന മഹാത്ഭുതത്തെക്കുറിച്ച് രൂപപ്പെടുത്തിയ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അന്ന് ടെസ്ലയുടെ ആകെ സമ്പാദ്യം. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുന്നു. 50-ലധികം കണ്ടുപിടുത്തങ്ങളുടെ പേറ്റന്റ് സ്വന്തമാക്കി കഴിഞ്ഞ ടെസ്ല അതിസമ്പന്നനാണ്. എങ്കിലും ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന് ഒരു മാറ്റവുമില്ല. ശാസ്ത്രത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാൾ. സ്വന്തം അന്വേഷണങ്ങൾ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, വീണ്ടും വീണ്ടും അതിന്റെ സാധ്യതകളെക്കുറിച്ച് ആഴത്തിലുള്ള അന്വേഷണം. മനുഷ്യരുടെ നിത്യജീവിതത്തിനെ അതിശക്തമാം വിധത്തിൽ സ്വാധീനിക്കാൻ ഉതകുന്നവയായിരുന്നു ടെസ്ലയുടെ ഓരോ കണ്ടുപിടുത്തവും. ശാസ്ത്രത്തോടൊപ്പമുള്ള ഈ യാത്രയുടെ പൂർത്തീകരണത്തിനായി അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പ്രണയത്തെപ്പോലും ഒഴിവാക്കി. തന്റെ ഏകാന്ത ജീവിതത്തെക്കുറിച്ച് നിക്കോള ടെസ്ല ഇങ്ങനെയാണ് വിശദമാക്കുന്നത്: ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിനു വേണ്ടി എന്റെ ജീവിതമാകെ സമർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു നല്ല സ്ത്രീയുടെ സ്നേഹവും കൂട്ടും ഞാൻ വേണ്ടെന്ന് വയ്ക്കുന്നു. ഒരു എഴുത്തുകാരൻ, സംഗീതജ്ഞൻ അല്ലെങ്കിൽ ഒരു കലാകാരൻ, ഇവർക്കെല്ലാം വിവാഹിതരാകാം. ഭാര്യയുമൊത്തുള്ള ജീവിതം അവർക്ക് പ്രചോദനങ്ങൾ നൽകിയേക്കും. പക്ഷേ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ശ്രദ്ധ മുഴുവൻ അതിൽ സമർപ്പിച്ചേ മതിയാകൂ. ചിലപ്പോൾ വല്ലാത്ത ഏകാന്തത അനുഭവപ്പെടുമെങ്കിലും താൻ അങ്ങനെ ഒരു ജീവിതമാണ് തിരഞ്ഞെടുക്കുന്നത്. നിക്കോള ടെസ്ല ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തില്ല എന്നതിനർത്ഥം അദ്ദേഹം സ്ത്രീകളോടുള്ള സൗഹൃദം ഒഴിവാക്കിയെന്നല്ല. ടെസ്ല സ്ത്രീകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന അവഗണനകൾ അദ്ദേഹത്തെ വ്യക്തിപരമായി ദുഃഖിപ്പിച്ചിരുന്നു. സ്വന്തം അമ്മയായിരുന്നു ടെസ്ലയുടെ ആരാധനാമൂർത്തി. തനിക്ക് ലഭിച്ച അസാധാരണമായ കഴിവുകളെല്ലാം അമ്മയിൽ നിന്ന് വന്നു ചേർന്നതാണെന്ന് ടെസ്ല വിശ്വസിച്ചു. അമ്മയുടെ അസാധാരണമായ ഓർമ്മശക്തി, പുതിയ വീട്ടുപകരണങ്ങൾ ഓരോന്നും ലളിതമായി രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള പാടവം, ഇതിനെക്കുറിച്ചെല്ലാം ടെസ്ല അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയാറുണ്ട്. നിക്കോള ടെസ്ലയുടെ അമ്മയ്ക്ക് മാത്രമല്ല, സഹോദരിമാർക്കും ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല. ആസ്ട്രോ ഹംഗേറിയിൽ അവർ ജനിച്ചു വളർന്ന സ്മിൻജാൻ എന്ന ഗ്രാമത്തിൽ ആരും തന്നെ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുമായിരുന്നില്ല. അമ്മയെപ്പോലെ ബുദ്ധിയും കഴിവുമുള്ള ഒരു സ്ത്രീ ഒരു ചെറിയ സെർബിയൻ ഗ്രാമത്തിൽ ജീവിച്ചതുകൊണ്ട് മാത്രമാണ് അവരുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയതെന്ന വേദന ടെസ്ലയ്ക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അമ്മ ഡ്യൂക്ക മാൻഡിക് അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്ത അറിഞ്ഞപ്പോൾ നിക്കോള ടെസ്ല പാരീസിലായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ അമ്മയുടെ അടുത്തേക്ക് മടങ്ങി. ജന്മനാട് ടെസ്ലയെ ആദരവോടെ സ്വീകരിച്ചു. 1892 സെർബിയ ഗ്രാൻഡ് ഓഫീസർ ഓഫ് ദി ഓർഡർ ഓഫ് സെന്റ് സാവ എന്ന ബഹുമതി നൽകി തങ്ങളുടെ അഭിമാനമായി മാറിയ നിക്കോള ടെസ്ലയെ ആദരിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ രോഗവിവരമറിഞ്ഞ് നാട്ടിലെത്തിയ ടെസ്ല അധിക ദിവസവും അവർക്കൊപ്പം ചെലവഴിച്ചു. സെർബിയയിൽ തന്റെ സഹോദരൻ പീറ്ററിനൊപ്പമായിരുന്നു ഡ്യൂക്ക ടെസ്ല അപ്പോൾ താമസിച്ചിരുന്നത്. നാട്ടിൽ കുടുംബത്തോടും മറ്റുള്ളവരോടുമൊപ്പം ചെലവഴിച്ച ദിവസങ്ങളിൽ ടെസ്ലയ്ക്ക് മുമ്പ് പിടിപെട്ടിരുന്ന പല രോഗങ്ങളും തിരികെ വന്നു. അമ്മയുടെ മരണശേഷം അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയ ടെസ്ല ആരോഗ്യം വീണ്ടെടുത്തു. തനിക്ക് ഈ കാലത്ത് പിടിപെട്ട രോഗങ്ങളെക്കുറിച്ച് ടെസ്ല സ്വയം വിലയിരുത്തി നോക്കി.
മറ്റുള്ളവരോടൊപ്പമല്ലാതെ തനിയെയുള്ള ജീവിതമാണ് തനിക്ക് കൂടുതൽ യോജിക്കുന്നതെന്നായിരുന്നു ടെസ്ലയുടെ കണ്ടെത്തൽ. പിന്നീട് അദ്ദേഹം തന്റെ ജീവിതത്തിലുടനീളം ഏകാകിയായാണ് താമസിച്ചത്. തന്റെ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് സാധാരണക്കാരായ ആളുകളോട് സംസാരിക്കാൻ ടെസ്ല എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നു. അവരുമായി സംസാരിക്കുമ്പോൾ സ്മിൽജാനിൽ താൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ ടെസ്ല ഓർത്തിരിക്കും. ടെസ്ല പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കുക മാത്രമല്ല, തന്റെ പരീക്ഷണങ്ങളുടെ പൊതുപ്രദർശനങ്ങളും നടത്തി. ആളുകൾക്ക് അത് സംബന്ധിച്ചുണ്ടാകുന്ന സംശയങ്ങൾക്ക് അദ്ദേഹം തന്നാലാകും വിധത്തിൽ വിശദമായി മറുപടി പറയും. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് സംബന്ധിച്ചുള്ള പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷം തുടർന്നുള്ള ദിവസങ്ങളിൽ ടെസ്ല ഏറ്റവുമധികം സമയം ചെലവഴിച്ചത് വയർലെസ് സംവിധാനം വൈദ്യുതി മേഖലയിലും അല്ലാതെയും എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നതിന്റെ അന്വേഷണങ്ങൾക്ക് വേണ്ടിയായിരുന്നു. വയർലെസ്സായ നിരവധി വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ അദ്ദേഹം പരീക്ഷിക്കുകയും അവ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ട്യൂബുകളും ബൾബുകളും മറ്റും ഒരു വയറിന്റെ സഹായമില്ലാതെ അദ്ദേഹം പ്രവർത്തിപ്പിച്ചു കാണിക്കും. അതൊന്നും വ്യവസായ ലോകത്തെ വലുതായി സ്വാധീനിച്ചില്ലെങ്കിലും ടെസ്ലയുടെ പ്രദർശനങ്ങൾക്ക് വലിയ ജനപിന്തുണ ലഭിച്ചു. അതേ അവസരത്തിൽ തന്നെ ടെസ്ലയുടെ AC മോട്ടോറിനും അദ്ദേഹം വികസിപ്പിച്ചെടുത്ത മറ്റുള്ള ഉപകരണങ്ങൾക്കും വിപണി കണ്ടെത്താൻ വെസ്റ്റിൻഹൗസ് കമ്പനി പരിശ്രമിക്കുകയാണ്. കമ്പനി അവരുടെ മറ്റ് എഞ്ചിനീയർമാരുടെ സഹായത്തോടെ ടെസ്ല കണ്ടുപിടിച്ച് പേറ്റന്റ് നേടിയ യന്ത്രങ്ങൾ വിപണിക്ക് അനുയോജ്യമായി രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നു. 1893 അമേരിക്കയിൽ നടന്ന ഷിക്കാഗോ വേൾഡ് ഫെയർ നിക്കോള ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വലിയ വാണിജ്യ മുന്നേറ്റമാണ് നേടിക്കൊടുത്തത്. വൈദ്യുതി മേഖലയിൽ ടെസ്ലയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഈ മേള ആധിപത്യം നേടിക്കൊടുത്തു. ഇനി ഒരിക്കലും തിരിച്ചുപോക്കില്ലാത്ത വിധം മഹത്തരമായിരുന്നു ആ വരവ്. ഷിക്കാഗോയിൽ നടന്ന വേൾഡ് കൊളംബിയൻ എക്സ്പോസിഷനിലേക്ക് നിക്കോള ടെസ്ലയ്ക്കും വെസ്റ്റിൻഹൗസ് ഇലക്ട്രിക് കമ്പനിക്കും പ്രത്യേകം ക്ഷണം ലഭിച്ചു. വൈദ്യുതിയുടെ ഉപയോഗങ്ങളുടെ പ്രദർശനം കൂടി സംഘടിപ്പിച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ആദ്യ മേളയാണിത്. ഇതുവരെ അമേരിക്ക അധികവും പരിചയപ്പെട്ടിട്ടുള്ളത് തോമസ് എഡിസൺ അവതരിപ്പിച്ച വൈദ്യുത ബൾബുകളെയാണ്. പക്ഷേ ഈ മേളയുടെ സംഘാടകർ ആൾട്ടർനേറ്റിംഗ് കറണ്ട് മാതൃകയിൽ വേൾഡ് കൊളംബിയൻ എക്സ്പോസിഷൻ വേദികളെയാകെ പ്രകാശിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം വെസ്റ്റിൻഹൗസ് ഇലക്ട്രിക് കമ്പനിക്ക് കൊടുത്തു. ഇതുവരെ നിക്കോള ടെസ്ലയുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് അദ്ദേഹത്തിന്റെ ലാബിലും പ്രഭാഷണ വേദികളിലും മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ്. അതിനെ വിപണിയിലെത്തിക്കാൻ വെസ്റ്റിൻഹൗസ് കമ്പനി നടത്തുന്ന പരിശ്രമങ്ങൾക്ക് അന്തിമമായി ഒരു ഫലമുണ്ടാകാൻ പോകുന്നത് പോലെയായിരുന്നു ഷിക്കാഗോയിലേക്കുള്ള ഈ ക്ഷണം. വൈദ്യുതി വിതരണ മേഖലയുടെ ഭാവി ആൾട്ടർനേറ്റിംഗ് കറണ്ട് സംവിധാനത്തിൽ കൂടിയാണെന്ന് ഇവിടെ തെളിയിക്കണം. ഷിക്കാഗോയിലെ എക്സ്പോസിഷൻ വേദിയിൽ ഇലക്ട്രിക്കൽ എക്സിബിഷനുകൾക്കായി നീക്കിവെച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി ബിൽഡിംഗിൽ വെസ്റ്റിൻഹൗസ് കമ്പനിക്ക് വിശാലമായ സ്ഥലം അനുവദിച്ചിരുന്നു. അവിടെ ഇരുന്നുകൊണ്ട് വെസ്റ്റിൻഹൗസ് കമ്പനിയുടെ എഞ്ചിനീയർമാരും മറ്റുള്ള ജീവനക്കാരും ചേർന്ന് ടെസ്ല തയ്യാറാക്കിയ വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചു. സമ്മേളനവേദിയിലാകെ മികച്ച രീതിയിൽ വൈദ്യുതി എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇത് ഒരു ചരിത്ര നേട്ടമായി മാറി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഷിക്കാഗോ വേൾഡ് ട്രേഡ് വേദിയിൽ വൈദ്യുതി എത്തിക്കാനുള്ള ചുമതല മാത്രമല്ല വെസ്റ്റിൻഹൗസ് കമ്പനിക്ക് ലഭിച്ചത്. അവിടെ നിക്കോള ടെസ്ലയുടെ കണ്ടുപിടുത്തങ്ങളും മറ്റും പ്രദർശിപ്പിക്കാനായി വിശാലമായ ഒരു സ്ഥലവും മേളയുടെ സംഘാടകർ നൽകി. ടെസ്ലയുടെ ഇൻഡക്ഷൻ മോട്ടോറുകളുടെ വിവിധ മോഡലുകൾ പ്രദർശിപ്പിക്കുന്നതിന് പ്രത്യേകം എക്സിബിഷൻ സ്പേസ് അവിടെ തയ്യാറാക്കി. ഭ്രമണം ചെയ്യുന്ന കാന്തിക ക്ഷേത്രം, എഗ് ഓഫ് കൊളംബസ് എന്നിങ്ങനെ നിക്കോള ടെസ്ലയുടെ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു. 6 മാസം നീണ്ടു നിൽക്കുന്നതായിരുന്നു പ്രദർശനം.
അതിനിടയിൽ ഒരാഴ്ച പൂർണ്ണമായും നിക്കോള ടെസ്ല പ്രദർശന നഗരിയിൽ ചെലവഴിച്ചു. മേളയുടെ ഭാഗമായി നടന്ന ഇന്റർനാഷണൽ ഇലക്ട്രിക്കൽ കോൺഗ്രസിൽ പങ്കെടുക്കാനായിരുന്നു ടെസ്ലയുടെ വരവ്. ആ സന്ദർഭത്തിൽ പ്രദർശന നഗരിയിലെ വെസ്റ്റിൻ ഹൌസ് പ്രദർശനശാലയിലെത്തിയ നിക്കോള ടെസ്ല അവിടെ എത്തിയ ആളുകൾക്ക് മുന്നിൽ നിരവധി ഡെമോൺസ്ട്രേഷനുകൾ നടത്തി. വയർലെസ്സായി വൈദ്യുതി പ്രവഹിക്കുന്നതും വിളക്കുകൾ തെളിയുന്നതും കണ്ട ആളുകൾ ടെസ്ലയെ ആദരവോടെ അംഗീകരിച്ചു. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടാക്കാനുള്ള ഒരു മികച്ച മാർഗമെന്ന നിലയിൽ നിക്കോള ടെസ്ല നീരാവി ഉപയോഗിച്ചുള്ള ഒരു ഓസിലേറ്റിംഗ് ജനറേറ്റർ വികസിപ്പിച്ചെടുത്തിരുന്നു. 1893 തന്നെ അദ്ദേഹം അതിന് പേറ്റന്റ് നേടുകയും ചെയ്തു. നീരാവി കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഓസിലേറ്റിംഗ് ജനറേറ്ററും നിക്കോള ടെസ്ല ഷിക്കാഗോ വേൾഡ് ഫെയറിൽ പ്രദർശിപ്പിച്ചു. ഓസിലേറ്റർ വഴി നീരാവി ശക്തമായി കടത്തിവിട്ട് അതുവഴി യന്ത്രം പ്രവർത്തിപ്പിക്കുന്ന ആ രീതി ഒരിക്കലും ലാഭകരമായിരുന്നില്ല. പക്ഷേ ഇതായിരിക്കും ഭാവിയിൽ AC കറണ്ട് ഉണ്ടാക്കാനുള്ള ഏറ്റവും ലാഭകരമായ മാർഗമെന്ന് ടെസ്ല കരുതി. നിക്കോള ടെസ്ല മുന്നോട്ട് വയ്ക്കുന്ന AC കറണ്ട് സംവിധാനത്തിന്റെ കാര്യക്ഷമത അമേരിക്കൻ ജനതയ്ക്ക് ബോധ്യപ്പെട്ടു. മേളയിൽ വച്ചു തന്നെ വെസ്റ്റിൻ ഹൌസ് കമ്പനിക്ക് AC മോട്ടോറുകളുടെയും മറ്റും ധാരാളം ഓർഡറുകളും കിട്ടി. പൊതുയിടങ്ങളിൽ നിത്യോപയോഗത്തിന് തോമസ് എഡിസൺ കണ്ടെത്തിയ DC കറണ്ടിനേക്കാൾ ഗുണമേന്മയേറിയതും കൂടുതൽ ഉപയോഗങ്ങളുള്ളതും AC കറണ്ടിനാണെന്ന വാദം അസന്നിഗ്ധമായി അംഗീകരിക്കപ്പെട്ടു. നിക്കോള ടെസ്ലയുടെ AC കറണ്ടിന്റെ ഈ വിജയം തോമസ് എഡിസൺ കമ്പനിക്ക് തിരിച്ചടിയായിരുന്നു. വിപണിയിൽ DC കറണ്ടിന്റെ പ്രസക്തി പതുക്കെ അപ്രത്യക്ഷമായി. എഡിസന്റെ ഉടമസ്ഥതയിലുള്ള ഇലക്ട്രിക് കമ്പനികൾ പലതും ഇതിനകം JP മോർഗൻ സാമ്പത്തിക സഹായം നൽകുന്ന ജനറൽ ഇലക്ട്രിക്സ് കമ്പനിയിൽ ലയിച്ചു കഴിഞ്ഞിരുന്നു. വൈകാതെ ജനറൽ ഇലക്ട്രിക് കമ്പനി തന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉൽപാദന വിതരണ മേഖലയിലേക്ക് മാറി. അങ്ങനെ വൈദ്യുതിയുടെ പേരിൽ വർഷങ്ങൾ നീണ്ടുനിന്ന ആ യുദ്ധത്തിൽ അന്തിമ വിജയം നിക്കോള ടെസ്ല സ്വന്തമാക്കി. ഏറ്റവും ഒടുവിലായി ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഒരു മരണക്കളിയാണെന്ന് തോമസ് എഡിസൺ ഒരിക്കൽ കൂടി വാദിച്ചു നോക്കി. AC കറണ്ട് അപകടകരമാണെന്ന തോമസ് എഡിസന്റെ വാദം അവസാനമായി പൊളിച്ചുകൊണ്ട് നിക്കോള ടെസ്ല ഷിക്കാഗോ വേൾഡ് ഫെയർ വേദിയിൽ വെച്ച് വലിയ അളവിൽ വൈദ്യുതി തന്റെ ശരീരത്തിലേക്ക് കടത്തിവിട്ടു. ശരിയായി ഉപയോഗിച്ചാൽ ഇതുകൊണ്ട് ഒരപകടവും വരാനില്ലെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. അതുകൂടിയായപ്പോൾ ഇനി ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോമസ് എഡിസൺ പൂർണ്ണമായും അംഗീകരിച്ചു. ഇതിനകം വെസ്റ്റിൻ ഹൌസ് ഇലക്ട്രിക് കമ്പനി റോയൽറ്റി ഇനത്തിൽ $2,16,000 നൽകിക്കൊണ്ട് നിക്കോള ടെസ്ലയെ കമ്പനിയുടെ മറ്റവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. ടെസ്ലയുടെ പേറ്റന്റുകൾ പലതും അങ്ങനെ വെസ്റ്റിൻ ഹൌസ് സ്വന്തമാക്കി. എങ്കിലും അവർ തമ്മിലുള്ള സഹകരണം തുടർന്നു. ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം കയ്യിലെത്തിച്ചേർന്നത് ഭീമമായ ഒരു തുകയാണ്. അതുപയോഗിച്ച് തന്റെ ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നേ അദ്ദേഹത്തിന് നിർബന്ധമുള്ളൂ. ടെസ്ലയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പേറ്റന്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയ വെസ്റ്റിൻ ഹൌസ് കമ്പനിയാകട്ടെ ഈ ഒറ്റ കരാറിലൂടെ വ്യവസായ ലോകത്തെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി. ടെസ്ലയുടെ വൈദ്യുതോൽപാദന രീതിക്ക് ഷിക്കാഗോ വേൾഡ് ഫെയറിൽ ലഭിച്ച അംഗീകാരത്തിന് തൊട്ടുപിന്നാലെ നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ചിലർ നിക്കോള ടെസ്ലയെ സമീപിച്ചു. കുട്ടിക്കാലത്ത്
നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ഒരു മാതൃക കണ്ടപ്പോൾ താൻ ഒരിക്കൽ അമേരിക്കയിൽ പോകുമെന്നും നയാഗ്രയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നും പറഞ്ഞിരുന്ന കാര്യം ടെസ്ല അപ്പോൾ ഓർത്തിരിക്കും. നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഉപദേശം തേടിക്കൊണ്ട് കാറ്ററാക്ട് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഉടമ എഡ്വേർഡ് ഡീൻ ആഡംസ് നിക്കോള ടെസ്ലയെ സമീപിച്ചു. അപ്പോൾ സാങ്കേതിക സഹായത്തിനായി വെസ്റ്റിൻ ഹൗസ് കമ്പനിയെ ഒപ്പം കൂട്ടാൻ ഉപദേശിച്ചത് നിക്കോള ടെസ്ലയാണ്. കുറെ കാലമായി കാറ്ററാക്ട് കൺസ്ട്രക്ഷൻ കമ്പനി നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിക്കാനും പ്രസരണം ചെയ്യാനും ഏറ്റവും അനുയോജ്യമായ മാർഗം എന്തെന്ന അന്വേഷണവുമായാണ് എഡ്വേർഡ് ഡീൻ ആഡംസ് നിക്കോള ടെസ്ലയെ സമീപിച്ചത്. യൂറോപ്പിലും അമേരിക്കയിലും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി കമ്പനികൾ അവരവർ ഉപയോഗിക്കുന്ന രീതിയാണ് ഏറ്റവും മികച്ചതെന്ന അവകാശവാദവുമായി എഡ്വേർഡ് ഡീൻ ആഡംസിനെ കാണാൻ എത്തിയിരുന്നു. അവർ നിർദ്ദേശിച്ച മാർഗങ്ങളിൽ 2 ഫേസ്, 3 ഫേസ്, AC ഹൈ വോൾട്ടേജ്, DC കംപ്രസ്ഡ് എയർ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇവ ഓരോന്നും എന്തൊക്കെയാണെന്നും അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നും എഡ്വേർഡ് ഡീൻ ആഡംസ് നിക്കോള ടെസ്ലയോട് ചോദിച്ചു മനസ്സിലാക്കി. എല്ലാം വിശദമാക്കിയതിനു ശേഷം 2 ഫേസ് ആണ് നയാഗ്രയിലെ വൈദ്യുത പദ്ധതിക്ക് അനുയോജ്യമെന്ന് ടെസ്ല അഭിപ്രായപ്പെട്ടു. ടു ഫേസ് രീതിയിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിച്ച് ബൾബുകൾ കത്തിക്കാനുള്ള സംവിധാനം ഇപ്പോൾ തന്നെ വെസ്റ്റിൻ ഹൗസ് കമ്പനിയിൽ ഉണ്ടെന്ന വിവരവും ടെസ്ല അവരെ അറിയിച്ചു.